കുട്ടികളുമായി ജോലിക്കെത്തുന്ന രക്ഷിതാക്കളെ നമ്മൾ മുൻപ് പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്നാൽ വളർത്തുനായയുമായി ഒരാൾ ഓഫീസിലെത്തിയാലോ? സംഭവം പത്തനംതിട്ടയിലാണ്, ജനറൽ ആശുപത്രിയിലാണ്. നായയെ കൊണ്ടുവന്നത് RMO ഡോക്ടർ ദിവ്യ രാജനും. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. CK അഭിലാൽ ചേരുന്നു നമ്മളോടൊപ്പം. അഭിലാൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് മഹത്തരമായി സേവനം ചെയ്യുന്ന ചില മനുഷ്യർ എന്ന അർത്ഥത്തിലൊക്കെ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. ചില വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിലൊരു നായയുമായി ജോലിക്ക് ഡോക്ടർ. എന്താണ് അങ്ങനെ നായയുമായി ജോലിക്ക് എത്താനുള്ള കാരണം? പതിവായി അങ്ങനെയാണോ ജോലിക്ക് എത്താറ്? കുട്ടിയുമായി ഓഫീസിലേക്ക് വരുന്നതിന് തടസ്സമല്ല, പക്ഷേ പട്ടിയുമായി ഓഫീസിലേക്ക് വരാൻ പാടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ചിത്രത്തിലുള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ RMO ഡോക്ടർ ദിവ്യ രാജനാണ്. വസ്ത്രം ധരിപ്പിച്ചാണ് നായയുമായി അവർ ആശുപത്രിയിലെ ഓഫീസ് മുറിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും ആഴ്ചകളുടെ പഴക്കമുണ്ട് ചിത്രത്തിന്. എന്തായാലും ഈ ചിത്രം പുറത്തു വന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ താൽക്കാലിക ജീവനക്കാരുടെ സമരമാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഓഫീസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ചിത്രങ്ങൾ ചോർന്ന് മാധ്യമങ്ങളുടെ കൈവശത്തിലേക്ക് എത്തിച്ചേർന്നത്. ദിവ്യയുടെ പ്രതികരണം തേടി ഫോൺ വിളിച്ചിരുന്നു. ആദ്യത്തെ തവണ അവർ ഫോൺ എടുത്തിരുന്നില്ല. അതേസമയം രണ്ടാം തവണ ഫോൺ അറ്റൻഡ് ചെയ്യുകയും പിന്നീട് കട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. സൂപ്രണ്ടിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ചിത്രത്തിന് ഏറെക്കുറെ 1 മാസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ഷാനിയുടെ പ്രതികരണം. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഗ്രൂമിംഗ് സെൻറ്ററിലേക്ക് നായയുമായി പോയ വേളയിൽ തലേദിവസം മറന്നു വെച്ച പേഴ്സ് എടുക്കേണ്ടി വന്നു ദിവ്യയ്ക്ക്. അങ്ങനെ നായയെ കാറിൽ ഇരുത്തിയ ശേഷം ഓഫീസിൽ പോയി മടങ്ങിയെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നതിനാൽ തന്നെ നായയുമായി ഓഫീസിലേക്ക് പൊയ്ക്കോട്ടെ എന്നുള്ള വിഷയത്തിൽ അനുമതി ചോദിച്ച് തന്നെ അവർ ബന്ധപ്പെട്ടിരുന്നെന്നും താൻ പ്രത്യേക സാഹചര്യത്തിൽ അത്തരത്തിലൊരു അനുമതി നൽകി എന്നുള്ളതുമാണ്. ശരി അഭിലാൽ, ഏതായാലും അങ്ങനെ പ്രത്യേക സാഹചര്യത്തിലാണ് നായയുമായി എത്തിയത് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ ചിത്രം പൊങ്ങി വരാനുള്ള കാരണം എന്താണെന്ന് അഭിലാൽ പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഈ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ സമരം ചെയ്തു, മുന്നറിയിപ്പില്ലാതെ കുറച്ചുപേരെ പിരിച്ചുവിട്ടതിൽ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിൽ ഒരു പ്രതികാര നടപടി പോലെ ഇത് പുറത്തേക്ക് വന്നത്.